ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഈ ചെറിയ തോട് കിടന്ന് അക്കരെ ചെന്നാൽ നല്ല മനോഹരമായൊരു പുൽത്തകിടി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പഴയൊരു പാലമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ അവശിഷ്ടം അത്. ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ ആ പുൽത്തകിടി. ഇതിന് നമ്മൾ ഇവിടെ ഈ നാട്ടിൽ തുരുത്തെന്ന് പറയും. ഈ തുരുത്തിൻ്റെ രണ്ട് സൈഡും പുഴ കേട്ടോ. ഈ ചേട്ടനിവിടെ പശുവിനെ മേയ്ക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒഴുകുന്ന കേട്ടോ ചൈത്രവാഹിനിപ്പുഴ. നല്ല മനോഹരമായ ഒരു പച്ച പുല്ല് വിരിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ ഭക്ഷണം കഴിക്കാനും കൂട്ടുകാരോടൊത്തും വന്ന ഓർമ്മയിൽ ഒന്നും കൂടെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. മാലത്ത് കസ്ബയിൽ പഠിച്ച കൂട്ടുകാർക്കറിയാം, ഈ തുരുത്തിൽ വരാത്ത കുട്ടികളുണ്ടാവില്ല. അക്കാലത്ത് വള്ളിക്കടവ് നിന്നും പറമ്പിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയായിരുന്നു ഇത്. വള്ളിക്കടവ് സ്കൂളിൽ നിന്നും നീന്തൽ പരിശീലനത്തിന് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന സ്ഥലം കേട്ടോ. ഈ മരത്തിൽ കൂടിയായിരുന്നു കേട്ടോ പണ്ട് തൂക്കുപാലം ഉണ്ടായിരുന്നത്. മഴ പെയ്തു തുടങ്ങിയതോടെ ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ. മഴ പെയ്തു കഴിഞ്ഞാൽ തോട്ടിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അക്കരെ കിടക്കാൻ പ്രയാസമാവും.